ആരെ വിളിക്കുന്ന പോകുന്നേ? എനിക്ക് വേറെ രക്തബന്ധം ഇല്ലാത്ത ഒരാൾക്ക്. ആ ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യണം മോനെ, ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. വീഡിയോ എവിടെ? ലെഫ്റ്റില് ട്രെയിൻ ഏതോ ഉണ്ട്. സൈഡിലേക്ക് കണ്ടാ അപ്പുറത്തെ എടാ എല്ലാരും ഇറങ്ങിടാ, എല്ലാരും ഇറങ്ങി, എല്ലാരും ഇറങ്ങി, എല്ലാരും ഇറങ്ങി. ഇറങ്ങിയടാ. ഹലോ സാറിന് കൈവയ്ക്കേ, സാറിന് കൈവയ്ക്കേ, സാറിന് കൈവയ്ക്കേ, സാറിന് കൈവയ്ക്കേ, സാറിന് കൈവയ്ക്കേ, സാറിന് കൈവയ്ക്ക്. സാറേ പറഞ്ഞ മനസ്സിലല്ലേ? കേറിയടാ, കേറിയടാ, കേറിയടി, കേറിയടി, കേറിയടി. ബാക്കിയുള്ള സാർമാർ ചെല്ലി. ഇവിടെ വെച്ച് ഗണ്ണെടുത്തല്ലോ, പിള്ളേരെ എടുത്തിട്ട് പൊതിക്കും കേട്ടോ. പോയി ഭരത്തിനോട് പറ. എടുത്ത് അവൻ എങ്ങോട്ടാ പോകുന്നേ? ഇറങ്ങി സാറേ, പുറത്തിറങ്ങി, പുറത്തിറങ്ങ, പുറത്തിറങ്ങി സാറേ. കേട്ടി കേട്ടി വാ വാ. കിട്ടിയാലോ സ്റ്റേറ്റ് പോലീസ് സാറേ, ആളെ തിരിച്ചു വെക്കേണ്ടതാണ്. തിരിച്ചു വെക്കാൻ മറ്റേ കളിപ്പാട്ടല്ലേ കിട്ടിട്ട് അവന്റെ. ആ നിന്റെ എടാ വാ 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 വാ, ബാക്കിന്ന് 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 വാ, ബാക്കിന്ന് കേറി കേറി കേറി. ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്യാം, ഞാൻ വെയിറ്റ് ചെയ്യാം. ചിൽ 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 ചിൽ. അകത്ത് കയറിട്ടെ അവന്റെ. ഒരു സെക്കൻഡ് എടാ, എടാ ഒറ്റ സെക്കൻഡ് നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്യാം. ഒരു സെക്കൻഡ് ഞാൻ സംസാരിച്ചിട്ടുണ്ട് പിടിയെടുത്ത്. സാറിന്റെ അടുത്ത് ആരാ ഗണ്ണേം ചെയ്തപ്പോഴത്തേക്ക് സെൽസോനത്ത് കയറാൻ പറഞ്ഞേ? ആ സാർവേ, സാർവേ ഭരത്തിന്റെ അടുത്ത് പറ ഒന്ന് വെയിറ്റ് ചെയ്യേ. വാ 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 വാ. റേഡിയോ വിട്ട് ഇറങ്ങണോ, ഫോൺ വിട്ട് ഇറങ്ങണോ, GPS ആഫ് ചെയ്യണോ സാർ? എല്ലാം പ്രശ്നമാവോ? മനസ്സിലായ സാറിന് കേൾക്കുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ടാ? എല്ലാം എടുത്തിട്ടുണ്ട്. വാ വാ വാ, കൂടെ വായ, കൂടെ വായ. ഒരാൾ മിസ്സാവല്ലേ? കിട്ടേ വാ. എവളോ പണിയിருக்கு, എവളോ. സാർ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. ഓൾ ഗുഡ്. നോട്ട് ഗുഡ് ബട്ട് ഗുഡ്. സാറ് ലൊക്കേഷന്റെ സാധനം എല്ലാം എടുത്തിട്ടുണ്ടെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അതുപോലെ കീപ്പ് ചെയ്താൽ സാറിന്. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ഇന്ന് ഞാൻ വരത്തെ ഇന്റർനാഷണൽ ടോക്കല്ലേ, ഇന്റർനാഷണൽ ടോക്കല്ലേ വരത്തെ, ഇന്റർനാഷണൽ ടോക്ക്. പെട്രോൾ ലൈക്കില്ല. എടാ ഡാമിന്റെ അങ്ങോട്ട് പോയാലാ? വാ 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 വാ. പതുക്കെ പതുക്കെ ഓടിക്കണം, പതുക്കെ ഓടിക്കണം. ഒരു വണ്ടി പെട്രോൾ അടിച്ചിട്ട് വരാവേ. പെട്രോൾ അടിച്ച് ഓക്കെ. ഏണിയുണ്ട്, ലാഡർ ഉണ്ട്. ബാക്കട 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 ബാക്ക് ബാക്കിൽ ബാക്കെടുത്ത 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 ബാക്കെടുത്ത. ഓക്കെ സാർ വാ, ഞാൻ പെട്രോൾ വണ്ടി ഓഫ് ചെയ്യട്ടെ. എല്ലാ വണ്ടി ലോക്ക് ചെയ്യണടാ, എല്ലാ വണ്ടി ലോക്ക് ചെയ്യണേ. സാറിന്റെ ചിലവ് ഹെൽമെറ്റ് ഇരിക്കും സാറേ. സാറിന്റെ കൂടുതൽ എന്താ പരിപാടി സാറേ കാണിച്ചേ? സാറിന്റെ കൂടുതൽ എന്ത് പണിയാ സാറേ കാണിച്ചേ? സാറിനെ വിട്ടു കൊടുത്തിട്ട് അവര് കേറിപ്പോയ അത് കണ്ടാ സാറേ? സാർ എന്തായിരുന്നു സാർ ഇൻവെസ്റ്റിഗേഷൻ ഏതുവരെത്തി? നിങ്ങൾ അവിടെ എന്താ EMS സംസാരിച്ചിരുന്നേ? സാറേ ഞാൻ ഇന്നലെ വന്നിട്ടില്ല, ഞാനിന്ന് വന്നിട്ടേ ഉള്ളൂ. വെരി ഗുഡ്, ഗുഡ് ബോയ്. ഇന്ന് വന്നേ ഉള്ളൂ. അറിഞ്ഞായിരുന്നു. ഓക്കെ 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 ഓക്കെ. സാർ ഇതിന് എന്നെ കണ്ടോണ്ടാ? സാർ ഇതിന് എന്നെ കണ്ടോണ്ടോ സിറ്റിയില്? കണ്ടോ. ഓക്കെ ഓക്കെ ഓക്കെ.
ബരസാറിനെ വർഷങ്ങളായിട്ട് കാണുക, ബരസാറിനെ വർഷങ്ങളായിട്ട് കാണുക, എന്നിട്ടും ബരസാറിന് വാശി, ബരസാറിന് ഒരേ വാശി. എന്താ ചെയ്യാ സാറേ, പറഞ്ഞാ മനസ്സിലാവണ്ടേ? എത്ര തവണ പറയാ? ട്രാക്കർ ഉണ്ടാ? ഇല്ലല്ല, വരട്ടെ, ഒന്നും ചെയ്യാൻ പറ്റില്ല, വരട്ടെ, വന്നാലൊന്നും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. പീട്ടറാ, ഒരു സെക്കൻഡ് ഇങ്ങോട്ടാ. പീറ്റർ ഒന്ന് വന്നാ. സാറിന് ജസ്റ്റ് സറണ്ടർ അടിക്കാവോ? സറണ്ടർ എങ്ങനെയാണ്? എടാ കണ്ണെടുത്ത് ചെയ്യിപ്പിച്ച സാറിനെ കൊണ്ട് ഇങ്ങോട്ടാ പീറ്ററാ. ഇതാ പറഞ്ഞ ഡ്യൂറബിലിറ്റി എത്ര എന്റെ കണ്ണിന്റെ? ரொம்ப ஹீலிங்ஸ் இல்ல, டியூரபிலிட்டி ஒரு 9 உண்டு. നീ എവളോ വെക്കും, എപ്പോഴാ വെടി വെക്കും? மிஞ்சி போனா ஒரு 10 பேர் வெடி வைப்பேன், 100 பேர் கூட வைப்பேன். எல்லாம் ஹெட்போன். കൈപൊക്കെ ആൾ ഓടിക്കേറി സേഫ് സോണിൽ പോയത്. എന്നിട്ട് അനൗൺസ് ചെയ്യുക സാറിനെ വിട്ടു. സാറ് നമ്മുടെ കൂടെ കൂടു. അതെ സാറ് കൂടുന്നാ, നമ്മുടെ കൂടെ കൂടുന്നാ. ദേവന്മാർ എന്നെ ഇട്ടിട്ട് പോയിട്ടില്ല ഇതുവരെ. അതെ, തിന്നാൻ കിട്ടും, എല്ലാം കിട്ടും. സാറ് നമ്മളോട് കൂടിക്കോ, വരുന്നോ നമ്മുടെ കൂടെ? സാറ് നേരത്തെ കള്ളത് നടന്ന് പോയാണ്, ഒരു മൈൻഡ് ഇല്ലാതെ തിരിഞ്ഞു പോയി അവര്. സത്യല്ലേ? പോലും PD ഓഫീസറെ വിടറോ? ഭരത് സാർ ഒന്ന് വിളിക്കില്ല. സാർ വിളിച്ചില്ല? അല്ല എന്ത് പരിപാടിയാ സാറെ കാണിക്കുക? എന്നാലും എന്ത് പരിപാടിയാ സാറേ നമ്മുടെ കൂട്ടത്തിൽ ഇവിടെ കൺസൈൻമെന്റ് പോയിരിക്കുകയാണോ ഇപ്പൊ? പക്ഷെ ആളെന്നെ വിളിച്ചായിരുന്നല്ല. ആ ഓക്കെ, അത് പോട്ടെ. നിങ്ങള് PD-യുടെ അടുത്ത് എന്താ പറഞ്ഞ? എന്താ ചോദിച്ചേ? എന്താണ് അവിടെ ഒരാൾ കണ്ടൈൻ ചെയ്യാനാടാ? സർവീസിൽ ഒരു കോള് വന്നായിരുന്നു. അവിടെ XMD-ല് ആരെയോ ഹോസ്റ്റേജ് എടുത്തേക്കെന്ന് പറഞ്ഞ കുറച്ചു നേരം മുന്നേ അവിടെ വന്ന ഏതൊരു സിറ്റിസൺ ആണ് കോൾ ചെയ്തത്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ഇതിലാണ് അവിടോട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ഒന്ന് വന്നതാണ്. എന്നിട്ട് എന്താ പറഞ്ഞേ? ഇല്ല, ഞാൻ വന്നതേ ഉള്ളായിരുന്നു. വന്നങ്ങോട്ട് വണ്ടി ഒതുക്കിയിട്ട് നിന്നതേ ഉള്ളായിരുന്നു. അപ്പോഴത്തേക്കാണ് നിങ്ങൾ വന്നത്. ശരി, ബർസാറിനടുത്ത് എന്താ പറയാനുള്ളേ? ഞാൻ പറയാം. ബർസാർ വന്നിട്ടില്ല ഇതുവരെ. അല്ല, ബർസാറിനെ വിളിച്ചായിരുന്നു, ഞാൻ കോൾ എടുക്കാത്തെ. എന്താ ബർസാറിനടുത്ത് എന്തോ പറയണം? എന്താ പറയട്ടെ ചന്ദ്ര എന്താന്ന് എനിക്ക് സാർ സാറിന്റെ അടിക്കണം. എണീറ്റ എന്നാലും എന്താ പറയട്ടെ? ഞാൻ വിളിക്കട്ടെ ആളെ. പകുതി ഉള്ളു, ഒന്ന് കഴിച്ചോട്ടെ. വയറ് നിറച്ച് കഴിക്കാം. സാറിനെ പീടി നോക്കിയേക്കാട്ട് നല്ലവരെ നമ്മൾ നോക്കും. നമ്മൾ അതേപോലെയാണ് നല്ലത് തിന്ന് ഇരിക്കണേ. ഫുഡ് ഒക്കെ കഴിച്ച് ഹെൽത്തിയാണ്. സത്യം, നമ്മളെ പിള്ളേര് നല്ല 3 നേരം ഫുഡ്, കാക്കി ഊരിയ പാർട്ടി. സാറിന്റെ ലൈഫ് ടൈം സെറ്റിൽമെന്റ്, ലൈഫ് ടൈം. സാറൊരു ചിരി ഇരിക്കുന്നുണ്ടല്ലോ സാറിന്റെ മോഹൊക്കെ നോക്കി അങ്ങ് മാറുന്നു. സാറിന്റെ ഗണ്ണുണ്ടോ? സാറിന്റെ ഗണ്ണൊന്നും എടുത്ത സാറേ? ഈ PD ഇഷ്ടം ഗണ്ണൊന്ന് കൊറേ നാളെ PD ഗണ്ണൊക്കെ എടുത്തിട്ട്. ഹലോ മിസ്റ്റർ ചന്ദ്രൻ, സാർ PD ഗണ്ണ് എടുക്കാൻ പറ്റുമോ? PD ഓഫീസറിന്റെ എടുത്തു കഴിഞ്ഞാ അത് എനിക്കറിഞ്ഞൂടാ ചന്ദ്ര. ഈ കാണിക്കണതിനൊക്കെ എന്തൊക്കെയാണ് ഭവിഷ്യത്തെന്ന്. സാറേ, അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? എന്താണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വരാൻ പറ്റാത്ത? ഞങ്ങളുടെ പെട്ട് കിടക്കാണ്. ചന്ദ്രൻ അവിടെ പൊളിച്ചെടുക്കുകയാണെന്നാണല്ലോ ഞാൻ അറിഞ്ഞേ. കുറ്റങ്ങളിലോട്ട് പോവുകയാണല്ലോ ചന്ദ്രൻ. നമ്മളിവിടെ നിങ്ങളെ ഓഫീസറായിട്ടൊക്കെ 1-2 പറഞ്ഞിരിക്കുകയായിരുന്നു. നമ്മൾ നിങ്ങളെ സാറ് ഇത് കൺസൈൻമെന്റിലാണ്. ചന്ദ്രൻ അറിയാലോ കൺസൈൻമെന്റ് എന്നൊരു കേസ് എന്താണെന്ന്. ചന്ദ്രൻ PD വർക്ക് ചെയ്തിട്ടുള്ളതല്ലേ? ഓക്കെ. അപ്പൊ സാർ അതൊക്കെ കഴിച്ച് ഫ്രീ ആയിട്ടാ നമ്മളിവിടെ ഫ്രീ ആയിട്ടിരിക്കുക. ഇവിടെ സംസാരിച്ച് കാര്യമായിട്ടൊക്കെ സംസാരിച്ചിരിക്കാം. ഓക്കെ, ഇപ്പൊ ഓക്കെ സാർ, വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്. ശരി. അതെ, ആ PD കിടന്നിടത്തെ
നോക്കട്ടെ, ഞാൻ ഒന്ന് കാണട്ടെ. എത്ര നാളെന്ന് അറിയാം കണ്ണ് കണ്ടിട്ട്. ഒന്ന് എടുത്ത സാർ, കയ്യിലെടുത്ത സാധനം. വാ, അമ്പോ ഏതാ പോപ്പൊക്കെ ഉണ്ടല്ലോ. ഐറ്റം തന്നെയല്ലേ സാർ? തന്നാ ഞാൻ നോക്കട്ടെ സാറേ. അല്ലല്ല സാറ് ഒന്നും ചെയ്യത്തില്ല. ഞാൻ സാറ് പോകുമ്പോ അതുപോലെ തിരിച്ചു തരും. പക്ഷെ ഇത് സാറിന്റെ ജീവനെക്കാട്ടിലും വലുതാണ് സാറിന്റെ കയ്യിരിക്കുന്ന സാധനം. സോ അല്ല, അത്ര വലുത് ജീവനാണ് സാറിന് വലുത്. അപ്പോ ആ കയ്യിരിക്കുന്ന സാധനം എന്തായാലും തരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സാർ ചോദിക്കുമ്പോ. സന്തോഷത്തോടെ കൊടുക്ക് സാർ. സാറേ, ഞാൻ കുറച്ച് നാളെ തൊട്ടിട്ട് ഞാൻ കുറച്ചാള് പീടിയിലുണ്ടായിരുന്നു സാറേ. അന്നോട്ട് എന്റെ ആഗ്രഹം അത് കയ്യിലെടുക്കണമെന്ന്. പക്ഷെ അന്ന് കിട്ടിയില്ല. അല്ല, അന്നും കിട്ടി. അന്ന് അത് വെച്ച് വെടിവെച്ചപ്പോ ഉണ്ടായ ഒരു ആഗ്രഹമാണേ. സാർ, can you give that gun please? കൈയുണ്ട്. അല്ല, എനിക്കൊന്ന് നോക്കാനാ. സൗന്ദര്യം സാറേ, തരാൻ പറ്റുന്നു. ചന്ദ്രന്റെ അടുത്തേക്ക് വന്ന് നിന്നോ. നമ്മള് കുറച്ചേരി മാറി നിന്ന് വിടറേ. നമ്മള് തെറ്റിദ്ധരിക്കൂല. ஒரு 10 கன்னு உங்க பின்னாடி இருக்குன்னு நோக்கிக்கோங்க. പക്ഷെ എന്നാലും സാറ് പാവല്ലേ. എന്ത് പാവം ഈ പാവ മനുഷ്യനെ മറ്റേ പുള്ളി ഇട്ടിട്ട് പോയതാ. അതിപ്പോ ഇവിടെ കൈ കൊണ്ടെന്ന് പറഞ്ഞോളൂ. തിരിഞ്ഞങ്ങനെ നടന്ന് ആള് മറ്റേ അവിടെ നമ്മള് വന്നത് പറഞ്ഞിട്ടില്ല, സാറിന് എടുത്തു പറഞ്ഞിട്ടില്ല. എന്തിനാ വന്ന എന്തോ മറന്നു വെച്ചതുപോലെയാണ് ആള് വന്നിട്ട് പോയത്. സാറില്ലേ, സാറ് മറ്റേ ആഡിസൈലിന്റെ സാറിനെ വിറ്റി മനസ്സിലായോ? ബൈ 1 get 1 ഫ്രീ പോലെയാണ് വന്നിട്ട് പോയത്. புல்லட்ஸ் இல்லலோ ஒரு 4 புல்லட்ஸ் தாங்க ஆபீசர். ഒരു കാര്യം കാണിച്ചേട്ടാ നിങ്ങളെ. സ്കോപ്പ് സാറേ, ഇതൊക്കെ ഇതുപോലെ ഒരിക്കൽ കൊള്ളല്ല സാറേ. സാറ് ഇത് പോകുമ്പോ മറക്കാൻ ചോദിക്കണേ എൻ്റെ അടുത്ത്. ഞാൻ മറന്നു പോയി അല്ലെങ്കിൽ മറക്കാതെ ഇപ്പൊ തന്നെ തന്നേക്കാവോ? അല്ല സാറേ, ഇത് സാറിന് ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ലൈഫിന് ത്രട്ടനിങ് ഇത്രയൊക്കെ പറഞ്ഞത്. ഞാൻ ഒന്നും ചെയ്യത്തില്ല ചന്ദ്ര. ഇല്ല, പറയാൻ പറ്റില്ല. സാറിന് ഇപ്പം വിളിച്ച ഫോൺ എടുക്കുക. ഇപ്പൊ സാറെ കൂടെ ഓഫീസർ, ആ ഓഫീസറിന് കോൾ ചെയ്യാവോ? കോൾ ചെയ്തിട്ട് ആ ഓഫീസറിന്റെ അടുത്ത് ഒന്ന് ചോദിക്കാവോ എന്തിനാ ബാക്കിലോട്ട് പോയെന്ന്? സാറ് ഫോൺ എടുക്കാം, പക്ഷേ സാറ് ഒരു മെസ്സേജോ ഒരു ലൊക്കേഷൻ കൊടുക്കുന്ന കാര്യങ്ങളോ ഒന്നില്ലല്ലേ. കോൾ വിളിക്കണം സ്പീക്കർ ഇട്ട്. പക്ഷെ സാറിന്റെ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് പോലും എനിക്ക് കാണാം. എനിക്ക് സ്ക്രീൻ കാണുന്നുണ്ട് ഞാൻ. സോ ഞാൻ സ്ക്രീൻ കാണുന്നുണ്ട്. അതുകൊണ്ട് അതിൽ നിന്നൊരു മെസ്സേജോ കാര്യങ്ങളോ ഒന്നും പോരുത്. ഇല്ല, ഞാൻ കോൾ വിളിച്ചോ സ്പീക്കർ ഇട്ടോ. എന്നിട്ട് എന്തിനാ പോയെന്ന് ചോദിക്കേ. റേഡിയോ ഇറങ്ങിയല്ലോ അല്ലേ? സാറിന് റേഡിയോ ചെയ്തൊക്കെ നമ്മള് മേടിച്ചല്ലേ? ഇവർക്ക് ഒരു സംശയമുള്ളൊരു കാര്യത്തില് സാറിന്റെ ഗണ്ണയും ചെയ്തിട്ട് സാർ സേഫ് സോണിൽ പോയി എന്തിനാന്ന്. സ്പീക്കർ കേൾക്കുന്നില്ല? ഹലോ സാറെ കേട്ടായിരുന്നോ? ഹലോ ഇപ്പൊ കേൾക്കാം. ഹലോ ബെൻ സാറേ. ഇപ്പൊ കേക്കാം. ഒന്നുകൂടി ഒന്ന് പറയാതെ. ഗണ്ടേമ ചെയ്ത് അവരെ എന്നെ പുഷ് ചെയ്ത് ഫ്രണ്ട് സൈഡിൽ നിന്നെല്ലാം പുഷ് ചെയ്തൊന്നുമല്ലല്ലോ സാറേ. പുഷ് ചെയ്തൊന്നുമില്ലല്ലോ. എന്നെ പുഷ് ചെയ്ത് സാറിനെ പുഷ് ചെയ്തില്ല സാറേ. നമ്മൾ ആരും പുഷ് ചെയ്തില്ല. സാറിനെ കണ്ണേം ചെയ്ത സാർ പറയണ കാര്യമാണ് കേൾക്കേണ്ടത്. സാർ അകത്ത് കയറിട്ട് ഏത് ഇതിലാ അകത്ത് കയറിയത്? സാറേ എന്നെ പുഷ് ചെയ്തിട്ട് ഞാൻ പുറകിലോട്ട് വന്നേ. സാറിനെ പുഷ് ചെയ്യുന്നില്ല സാറേ. നമുക്ക് ബോധ്യമുണ്ട് നമ്മൾ ആരെ പുഷ് ചെയ്തു ഇല്ല. നമുക്കറിയാലോ സാറിനെ പുഷ് ചെയ്തോ അല്ലേ. സാർ എന്തിനാ ഹത്തറിന്നാണ് ചോദിക്കണേ. ഇല്ലേ, സാറിന്റെ ഓഫീസറിന്റെ അടുത്ത് ചോദിച്ചേ എന്താ നടന്നത്. മൈക്രോഫോൺ എടുത്ത് താളം. സാറ് എന്നിട്ട് പുഷ് ചെയ്താത്ത് പോയെങ്കിൽ സാറിന് തിരിച്ചു പാടില്ലായിരുന്നോ?
എങ്ങോട്ട് എന്റെ ഓ ഓ തിരിച്ചു ആ, തരുന്നേ അതാണ് ഞാൻ സംസാരിക്കുന്നത് സാറേ. അതാണ് സാർ ഇപ്പൊ വായിന്ന് വീണ് സാറിന്റെ ആ ജീവൻ രക്ഷിക്കണ്ടേ ജീവൻ രക്ഷിക്കാൻ. ജീവൻ മുഖ്യല്ലേ എന്താ പക്ഷെ സാറ് ചെയ്ത തെറ്റാണ്. സാറ് കൂടെ ഉള്ള ആളെ ഇട്ടുകൊടുത്തിട്ടാണ് അത് കയറിയത്. ഇട്ട് കൊടുത്തല്ലോ നിങ്ങളൊക്കെ വട വന്ന് വളഞ്ഞതല്ലേ. അതെ, ഇനിയിപ്പോ എന്താ സാർ ചെയ്യാൻ പോണേ? അതേ പീടിയുടെ ഫ്രണ്ടിൽ പോയപ്പോ അവരവിടെ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കും സാറേ. സാറിനെ ആർക്കും വേണമെന്നോ? സാർ വരുന്നുണ്ടാ? വരുന്നുണ്ട് സാറേ. നമ്മളെ ഓഫീസർ നമുക്ക് തിരിച്ചു വേണ്ട, നമ്മൾ വരുന്നുണ്ട്. എങ്ങനെയാണപ്പാ കാര്യങ്ങള്? എങ്ങനെയാണ് ചന്ദ്രന്റെ ഒന്നുമില്ല, സാറിന്റെ അടുത്ത് ഡിമാൻഡ് ഒന്നുമില്ല. ആ എഴുതി വെച്ചേക്കുന്നില്ലേ കേസില്ലേ, അതൊക്കെ അങ്ങ് വിഡ്രോ ചെയ്യാൻ പറ. അത് വിഡ്രോ ചെയ്ത് നമുക്ക് സൈമൺ എവിടുന്ന് തരും? നിങ്ങൾ തിരിച്ചെപ്പോ തരും? നൈമണെ തിരിച്ചു തരാം. നൈമണെ നമ്മള് കമ്പനി അടിച്ച് നമ്മള് ഇത് കഴിഞ്ഞിട്ട് നേരെ ഡാമി പോകാൻ പോണം. ഓക്കെ, നിങ്ങളുടെ കേസ് നമ്മൾ പരസ്പരം സംസാരിക്കാം. പക്ഷെ നമുക്ക് ചന്ദ്രന്റെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ പറ്റില്ല. എന്താ കേട്ടില്ല? നിങ്ങളുടെ കേസ് നമ്മൾ പരസ്പരമായിട്ട് സംസാരിക്കാം. പക്ഷെ സൈമന്റെ ലൈഫിൽ ഒരു ത്രെട്ട് ഉണ്ടാവാൻ പാടില്ല. അത് ത്രെട്ടൊന്നുമില്ല. ഭരസാറിന്റെ അടുത്ത് ചോദിച്ചിട്ട് ഇങ്ങനെ ചോദിക്കണം, കേസ് എല്ലാം പിൻവലിച്ച് വേറെ അവിവേകങ്ങളൊന്നും കാണിക്കാതിരുന്ന ഞാൻ ചിലപ്പോ സൈമൺ സാറിനെ തിരിച്ചു തരാം. അല്ലെങ്കിൽ സൈമൺ സാറിനെ ഞാൻ എന്റെ കൂടെ കൂട്ടാൻ പോവാ. ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ സംസാരിക്കാം. പക്ഷെ നമ്മള് ഇത് ചെയ്യുമ്പോ സൈമൺ നമുക്ക് കിട്ടണം. പിന്നെന്ത്, സൈമണെ തരും. ഓക്കെ. സാറിട്ട് ഇട്ടുകൊടുത്തിട്ട് പോയല്ലേ. പക്ഷെ നമ്മള് തിരിച്ചു തരും. ആളെ തിരിച്ചു തരും നമ്മള്. അത് സാറ് പേടിക്കണ്ട, നമ്മുടെ കയ്യിൽ സേഫ് ആണ് ആള്. കേട്ടാ? സാർ എപ്പോ വരും? ഹലോ, സാറൊരു മീറ്റിംഗിന് പോയതാ. ഉടൻ വരും. ഓക്കെ, കട്ട് ചെയ്തോ. നമ്മളെ ഓഫീസർ അതൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ നമ്മൾ പരസ്പരം സംസാരിച്ച് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ശരി. സാറെ കോൾ കട്ട് ചെയ്ത് ഫോൺ ഫ്ലൈറ്റ് മോഡ് ഇട്ട് എടാ ഫോൺ എടുത്ത് ഫോൺ ഇങ്ങ് തന്നോളൂ. ടേക്കിംഗ് റെഡി ഓഫ് ഫോൺ GPS. സാറേ ലൊക്കേഷൻ ഒന്നും അയച്ചു കൊടുത്തില്ലല്ലോ. ഞാൻ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നും കൊടുത്തിട്ടില്ല. സാറിന് പാവം തോന്നുന്നു. സാറേ കുടിക്കാൻ വെള്ളവും ഭക്ഷണം എന്തെങ്കിലും വേണം? വീടി 19 വീടി വല്ലതൊക്കെ നടക്കും. 19 30 ഏതാ ഇരുന്നതേ ഇല്ലേ സാറിന്റെ അടുത്ത് അവളോ പാസം എല്ലാവർക്കും. സാറിനെ കാപ്പാത്തുക്കാഹ എവളോ പേര് വന്നിരിക്കുന്നു പാത്തിയാ. എത്ര പേരുണ്ട്? സാറേ കൊറേ പേര് വരുന്നുണ്ടെന്നാണ് ഞാൻ കേൾവി. ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് 20ഓളം. ആരാ 20ഓളം പേരോ? നിങ്ങളെല്ലാരും ഫുഡും പാട്ടറും കഴിച്ചോ? സാറേ ഞാൻ അറിഞ്ഞത് 20ഓളം ആൾക്കാരെന്നാണ് അറിഞ്ഞത്. 20ഓളം പേര് സാർ ഇടയ്ക്ക് എങ്ങനെ പിടിക്കണ്ടായിരുന്നോ? 20 പേരെ ഇല്ല ആദ്യമായിട്ട് 20ഓളം പീടി. 20ഓളം കൊറേ നാൾക്ക് ശേഷം ആദ്യമായിട്ടാ. അതാണ് ഇഷ്ടമുള്ളതുകൊണ്ടാണ് അവന്മാരിപ്പോ ഇങ്ങനെ അവളോ പാസം സ്നേഹം. നമുക്കങ്ങ് മുങ്ങിയല്ല. കാതലിക്കുന്നേ. നമുക്ക് സാറിനെ കൊണ്ട് മുങ്ങിയല്ല. സാർ ഇന്ന് കൊടുക്കണ്ട. നമുക്ക് സാറിനെ കൊണ്ട് മുങ്ങി മലിക്ക് പോയല്ല സാറേ. വേറെ കേസ് പീഡിക്കണ ഒരു പാവം അല്ലേ? നമ്മളെ പറഞ്ഞൊക്കെ കേട്ട് നിന്ന് സാർ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ബാഹുബലിയിലെ മറ്റേ പ്രശ്നമാണ് സാറിന് സെയിം കുത്തി സാറിന്റെ ബാക്കിൽ നിന്ന് ആ കട്ടപ്പ പ്ലക്കിട്ട് പോയി. അതെ, അതിന് ചിരിച്ചോണ്ട് സംസാരിക്കണേ. എന്നിട്ട് നമ്മളാളെ തള്ളി ആത്തേറ്റിന്ന് കള്ളൻ. സാറൊന്ന് ആലോചിച്ചോക്കി, ഞങ്ങൾ ഇത്ര ഫ്രണ്ട്ലി അല്ലെങ്കിൽ ആലോചിച്ചോക്കി അവിടെ നിന്ന് ചിരിക്കണത്. Happy birthday
Happy birthday, Simon sir. Happy birthday to you. സാറേ ഓ, ഇപ്പൊ thank you, ബർത്ത്ഡേ thank you. ആഘോഷിച്ച് കേസ് റദ്ദാക്കിയില്ലെങ്കിൽ ഇത്രയും കൂടെ ഒന്ന് ആഘോഷിക്കാം. സാറിന്റെ ഇഷ്ടം പോലെ അതൊക്കെ. കാരണം അറിയാം സാറേ, ഇപ്പൊ സാറിന്റെ കൂടെ ഉള്ള ഇപ്പൊ ഇനി എന്തെങ്കിലും കാണിച്ചാൽ ചിലപ്പോ സാറിന് ലാസ്റ്റ് ബർത്ത്ഡേ നടത്താൻ പറ്റിയില്ലെങ്കിലാ. അതാണ് ഇപ്പഴേ കേക്ക് എന്ന് മനസ്സിലായ. നമുക്ക് ആ സ്നേഹമുള്ളതുകൊണ്ട് മനസ്സിലായ. കൂട്ടത്തിലുള്ളവർക്കില്ല ഈ സ്നേഹം. ആൾക്കാർ എവിടെ കിട്ടും സാർ കൂടെ. ഹലോ 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 ആരാ? പോടാന്നാറി யாரோ விழிக்கிறாங்களா அவனை அந்த ஆபீசர் விழிக்கிறாரா அந்த பீடியா ഒരു സെക്കൻഡ് வெயிட் ஆக்க போறேன் வெயிட் ஆக்க போறேன் ഒരു സെക്കൻഡ്. സാർ ചന്ദ്രു ഹലോ എടാ പന്ന പരനാറി തെണ്ടി ചെറ്റ പന്ന പട്ടി വെച്ചിട്ട് പോണേ. മനസ്സിലാവൂല വിചാരിച്ചാ? നിന്റെ അപ്പനാണ് ഞാൻ, നീ അത് മനസ്സിലാക്ക്. ചന്ദ്ര മറ്റേ പീടി വിളിക്കുന്നുണ്ടോ തന്നെ? പുറത്ത് വെള്ളത്തിൽ പോയി ഇറങ്ങിയത്. ചന്ദ്ര മറ്റേ പീടി വിളിക്കുന്നുണ്ടെന്ന്, മറ്റേ പീടി വിളിക്കുന്നുണ്ടെന്ന്. അവര് കാണിച്ചു ശരിയാണോ ആ പീടി ഓഫീസർ? ഞാൻ സത്യം പറയാം, ഞാൻ കണ്ടില്ല പുള്ളിക്കാരനെ. എന്താ പി ഡി ഓഫീസർ വിളിക്കണമെന്നാ? ആ സാറേ പറ. ഇപ്പൊ വിളിച്ച സാറ് വിളിച്ചായിരുന്നു, ഞാൻ തിരിച്ച് വിളിക്കണം. വിളിക്കാണേ. ബെൻ സാറേ, സൈമൺ സാർ ഒന്ന് സ്പീക്കറിട്ട് ചന്ദ്രനെ ഒന്ന് കണക്ട് ചെയ്യോ? ഹലോ കണക്ട് ചെയ്തേക്കാ, പറഞ്ഞു. ചന്ദ്രനോടൊന്ന് സർവീസ് ആപ്പിൽ കോൾ ചെയ്യാൻ പറയോ പിടിയിലോട്ട്? ആ എന്തിനാ സാറേ? നമ്മള് സാർ സംസാരിക്കും സാറുമായിട്ട്. സാറിനെ വിളിക്കാൻ 100 വിളിച്ചാ പോരെ? അല്ല, സാറ് കറന്റ് മീറ്റിംഗിലാണ്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് സംസാരിക്കാനാ? നിങ്ങളെ ഡിമാൻഡ് സംസാരിക്കണ്ടേ നിങ്ങൾക്ക് സാറായിട്ട്? ഇപ്പൊ ഡയറക്റ്റ് സംസാരിച്ചാ പോരെ ഡിമാൻഡ്? എന്തിനാണ് ഇനി ഞാൻ അത് കണക്ട് ചെയ്ത് ആ ഫോണിലൊക്കെ വിളിച്ചിട്ട് സാറിന് ട്രേസ് ചെയ്യാൻ വേണ്ടിട്ടാണാ? സാറേ സാർ ഒന്ന് വെയിറ്റ് ചെയ്യാം, സാർ ഒന്ന് വെയിറ്റ് ചെയ്യാം, സാർ ഒന്ന് വെയിറ്റ് ചെയ്യും. സൈമൺ സാറേ, സൈമൺ സാറേ, ഈ സൈമൺ സാറിന്റെ അടുത്ത് ഞാൻ ചോദിക്കുവാണ്, ഇത് സർവീസ് കോളിൽ വിളിച്ചു കഴിഞ്ഞാൽ ട്രേസ് ചെയ്യാൻ പറ്റുമോ സാറേ? സൈമൺ സാറേ സത്യം പറയണം സാറേ. സത്യം പറയണം സാറേ, സത്യം പറയണം, സത്യം പറയണം. നമ്പർ ഇതാക്കി ഇടുവാണെങ്കിൽ പറ്റത്തില്ല. നമ്പർ ഏതാക്കി നമ്പർ ഇതാക്കിയിടുവാണെങ്കിൽ ഇടാണെങ്കിൽ അല്ലെങ്കിൽ പറ്റും. ആ ഓക്കെ 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 മതി 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 മതി. ആ മനസ്സിലായി സാറേ, കാര്യം മനസ്സിലായി സാറിന് ബാക്കി പറ. നമ്മളെ സീനിയർ ഓഫീസർ സാറായിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ സാർ അല്ല ഞാൻ ഇപ്പൊ സംസാരിക്കാം സാർ, ഇപ്പൊ സംസാരിക്കാം. എന്താ സാർ ഇപ്പൊ എന്താ വേണ്ട? ലൊക്കേഷൻ വേണോ? എന്റെ അടുത്ത് അവരില്ല സാറേ. സാർ ലൊക്കേഷൻ വേണോ? സാറിന് ലൊക്കേഷൻ വേണോ? ഒരു മിനിറ്റ്, ഞാൻ അവരുടെ അടുത്ത് എത്തിയിട്ട് സാറിനെ വിളിക്കാം. ഓക്കെ 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 ആദ്യം ചെയ്താ പോരെ? കട്ട് ചെയ്ത കട്ട് ഏത് IQ 100+ വൈറസ് കട്ട് ചെയ്ത സാറേ കട്ട്. പേര് മൊത്തം ഇങ്ങനെയുള്ള ഒരാളോ? അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വിട്ടിട്ട് പോയത് പാവ സാറിനെയൊക്കെ. സാർ കോളിട്ടെ സാർ കോളിട്ടെ സാർ കോളിട്ടെ. വിളിക്കാൻ തരാമേ, ഫോൺ ബെല്ലടിക്കാൻ തരാമേ. നോക്കണേ അവിടെ ആദ്യമേ പറഞ്ഞ സാറേ എന്താ ഇതൊക്കെ? മലയുടെ മണ്ടല ഇവരെന്താ ഈ കാട്ടി കൂട്ടുന്നത്? നൈസായിട്ട് എന്നെ അങ്ങ് മണ്ടനാക്കാന്ന് വിചാരിച്ചു. ഇവർ കള്ളൻ. ഈ വിളിച്ച ആരാണ്? സാറിന്റെ പേരെന്താണ് ഈ വിളിച്ച? ബെൻസ്. സാറിന് ഇതൊന്നും ഇല്ല, മനസ്സിലായില്ലേ? സാറിന് ഓടി സേഫ് സോണിൽ കയറാൻ കുറച്ച്. സാർ ഞാൻ കാര്യം പറ്റേ, സാർ ഞാൻ പറ്റേ, ഇപ്പൊ സാറിനെ ഞാൻ ഇപ്പൊ വെറുതെ വിടാന്ന് വിചാരിച്ചോ? ഇവന്മാര് സമ്മതിക്കത്തില്ല. ഇവന്മാര് വെറുതെ വിട്ടിട്ട് ഒരു 40 പോലീസുകായിട്ട് NI സിറ്റി ഉള്ള ഓടിക്കാൻ പറ്റുന്ന രീതിയിൽ മൊത്തം ഓടിക്കും. നിവർത്തി ഇടുമ്പോഴത്തേക്ക് ഞാൻ തോക്കെടുക്കും. തോക്കെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ എല്ലാത്തിനും അടിച്ചിടും. അപ്പൊ പ്രശ്നമാവും. ഇത് വലിയ വലിയ പ്രശ്നങ്ങളോട്ട് പോവാണ്. സത്യം പറയല്ല സാർ, ഞങ്ങളോട് വിട്ടിട്ട് പോട്ടെ പോട്ടെ. ചന്ദ്ര ഇതിങ്ങനൊന്നും പീഡിയെ പ്രൊവോക്ക് ചെയ്യരുത്.
ആ ഓക്കെ ഓക്കെ സാറ് ഇത്രയും നേരം ഞാൻ സാറിൻ്റെ ഇത്രയും പറഞ്ഞു സാർ ഇത്രയെങ്കിലും പറഞ്ഞല്ലേ. ഇല്ല സാറേ ഞാൻ പ്രൊവോക്ക് ചെയ്യാനുള്ള ഉദ്ദേശം ഒന്നുമില്ല സാറേ. ഭരത് സാറിന് ഒരേ വാശി. സാറിന് ഈ ഭരത് സാറിന് ഭയങ്കര വാശിയാണ്. ഒരു കോള് വരുന്നുണ്ട് എനിക്ക്. ഞാൻ ചന്ദ്രനോട് ചോദിച്ചിട്ട് ആ എടുത്തോ എടുത്തോ കോൾ എടുത്തോ. ഫോൺ വന്നിട്ടുണ്ട് എടുത്തോ. ഹലോ സ്പീക്കർ. ആ വിൽ സാറേ. സ്പീക്കർ ആ കേക്കാം. ക്ലിയർ ആണോ? ഓക്കെ. ആ ഞാൻ ലൗഡ് സ്പീക്കറിലാണ് സാറേ. ആ തക്കാളി വിജു. തക്കാളി തിരിച്ചു പറയല്ലേ. ഓഫീസറോട് ഉണ്ട് തിരിച്ചു പറയല്ലേ. ആ തിരിച്ചു പറയല്ലേ തക്കാളി. സുഖാണോ തക്കാളി വിജു? പറ സുഖാണോ? റെസ്പോണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനൊരു കാര്യം പറയട്ടെ ചന്ദ്ര. തിരിച്ചു പോടാ. തിരിച്ചു പോലെ എനിക്ക് സംസാരിക്കണം. മനസ്സിലായി. ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരിട്ട് വരാം. ഞാനും ഒരു ഒറ്റ ഓഫീസറെ വരുന്നുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് വരാം. നമുക്ക് സംസാരിക്കാം. നിങ്ങൾ രണ്ടുപേരും വരും. 40 പോലീസിനെ താഴെ നിർത്തിയേക്കും. ഞാൻ നിങ്ങൾ ഇവിടെ കൂടി ഓഫീസറിനെ ഞാൻ തന്നു വിടണം. അതിനുശേഷം എന്നെ എന്റെ പൊന്ന് ചന്ദ്ര 40 പീഡി ഞാൻ കണ്ട കാലമൊക്കെ മറന്നു. മനസ്സിലായോ? ഞാനും സിറ്റിയിൽ 20 പീഡിനെ കണ്ടാലും മറന്നു. ഇവിടെ എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയതനുസരിച്ച് 20 പീഡി സിറ്റിയിലുണ്ട്. സ്റ്റേഷനിൽ 20 പീഡിയോളം 20ഓളം പീഡി വരുമെന്നാണല്ലോ അറിഞ്ഞത്. അത് എനിക്കറിയത്തില്ല. ഇപ്പം എന്താ പറയാ ഇപ്പൊ അവര് അവൈലബിൾ അല്ല. വാവ് നിങ്ങളുടെ അപ്പൊ ഞാൻ പറഞ്ഞേക്ക് ഇപ്പം ഞാനും ഒരൊറ്റ ഓഫീസർ മാത്രമേ ഇപ്പൊ വരുന്നുള്ളൂ. സാറെവിടെ? ഞാന് ഇപ്പം കസിനോട് സൈഡാ. നിങ്ങക്ക് ലൊക്കേഷൻ അറിയായിരിക്കുമല്ലോ. ലൊക്കേഷൻ അറിയായിരിക്കും എന്ന് ചോദിച്ചാൽ അറിയാം. ഞാൻ പറഞ്ഞേ ഞാനും ഒരൊറ്റ ഓഫീസർ മാത്രമേ വരുന്നുള്ളൂ. നിങ്ങൾ എന്തിനാ വരുന്നത്? എന്തിനാന്ന് പറയുമ്പോഴത്തേനും എന്റെ പീഡിയില് കണ്ണേം ചെയ്ത് സാറിന്റെ ഓഫീസേഴ്സ് എന്താ കാണിക്കുന്നേ? ഹലോ എടാ മുകളില് ഒരു സാറേ കോൾ ഇട്ടത് ഒറ്റ സെക്കൻഡ് കോൾ ഇട്ടത്. ഒരു സെക്കൻഡ് എടാ കണ്ണേം ചെയ്യണേ. അല്ല അത് എടാ നമ്മൾ ആരേലും മുകളിലുണ്ടോ? നമ്മൾ ആരേലും ഹെലി എവിടെ നിർത്തി? കണ്ണേം ചെയ്യടാ ഒരാള്. സാർ കോൾ വിളി. അവനെ എടുക്കാം. അത് ഡെഡ് ആണോ കൊന്നതാണോ? അത് കുഴപ്പമില്ല നോക്കാം. കോൾ വിളി. സ്പീക്കർ ഇട്. ഹലോ സാറേ പറഞ്ഞു നിങ്ങളുടെ യൂണിറ്റ്സ് ഇവിടെ ഉണ്ടല്ലോ. ഹെലി യൂണിറ്റ് എടുത്തൊന്ന് മാറാൻ പറ. ഇല്ല പെട്രോളിംഗിൽ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കറിയത്തില്ല. അല്ല അവർ ലാൻഡഡ് ആണ്. ക്രാഷ് എവിടെയെങ്കിലും ലാൻഡ് ചെയ്തായിരുന്നോ? ലാൻഡ് ചെയ്തല്ലോ. ക്രാഷ് ചെയ്താ എനിക്ക് ആക്ച്വലി അറിയത്തില്ല. ഞാൻ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ സാർ 7350 വാ. 7350 വരാം. ഓക്കെ കൊട്ട് ചെയ്തോ. ഫോൺ എടുത്തോ. എടാ എല്ലാരും ഇതാക്ക്. ഐ മീൻ ഫുഡ് എല്ലാം കഴിക്കണേ. ചായല്ലേ ചന്ദ്ര ഞാൻ വെള്ളം കുടിച്ചോ. സാറ് വെള്ളം കുടിച്ചു. സാറ് ഫുഡ് വേണം. വെള്ളം എന്താ വേണ്ടേ? ഫുഡും വെള്ളമൊക്കെ സാർ. എടാ എല്ലാരും അവിടെ നിക്കണേ. മാറി നിക്കണേ. കൂടി ഇരിക്കണ്ട. ഓരോ ലൊക്കേഷനിൽ നിന്നാ മതി കേട്ടാ. ബാക്കി എല്ലാരും പറയുന്നത്. എന്റെ കൂടെ പീറ്റർ പാർക്കർ ലെവി എന്റെ കൂടെ നില്ല്. ബാക്കി എല്ലാരും ഓരോ ലൊക്കേഷനിൽ ഇതടിച്ചിരുന്നോ. ഗണ്ണൈം ഡാട്ടോ എങ്ങനെ നിന്നാലും മതി ഈ ഒരു ലൊക്കേഷനിലോട്ട്. സാർ ഇങ്ങോട്ട് വരാമോ? ആ ഡെഡ് കെയർ എടുത്തിട്ട് ആ ഓഫീസറിന് താഴെ കൊണ്ടുവരാൻ പറ്റുമോ? ഉണ്ടോ സാർ കണ്ടോട്ടെ. ഇവിടെ അവരിങ്ങോട്ട്
അവരിങ്ങോട്ട് വരട്ടെ അവരിങ്ങോട്ട് വരട്ടെ. എടാ ഇവിടെ പീറ്ററും ലെവി മാത്രം മതി. ബാക്കിയുള്ളവർ മാറി വേറെ ലൊക്കേഷനിൽ നിൽക്കാവോ? ലെവി ബാക്കിലോട്ടോ. സാറിനെ കൊണ്ടോ ഗണ്ണേം ചെയ്തുകൊണ്ടോ. പേടിക്കാ നമ്മളവിടെ അവിടെ സാറിനൊക്കെ ഫുഡൊക്കെ കൊടുത്ത് ഇല്ല അവര് കോള് പറഞ്ഞ് തീർക്കട്ടെ. ഗുഡ് ഈവനിങ് സാർ. സാറേ ഷൗട്ട് ഇടാവോ? കേൾക്കുന്നില്ല. വെരി ഗുഡ് ഈവനിങ്. ഓക്കെ സാറേ ഭരത് സാർ ഒന്നുമില്ല? ഭരത് സാർ ഒരു മീറ്റിംഗിലാണ്. പുള്ളി ഇത്തിരി ഒരല്പം ബിസിയാണ്. ഓക്കെ സാർ പറഞ്ഞോളൂ. ഞാനല്ലല്ലോ പറയേണ്ടത്. എന്താണ് ഇതൊക്കെ? എന്ത് പറ്റി? എന്തായിരുന്നു പ്രശ്നം? അല്ല എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരത് സാർ ഒരേ വാശി. ഭരത് സാർ ഇത് വാണ്ടടാ. ഇതെത്ര 3 പീടിയാ 4 പീടിയാ? ഞങ്ങള് രണ്ടുപേരാ വന്നത്. ഇവരുടെ ഹെലിയ ക്രാഷ് ആയെന്ന് തോന്നുന്നു. ഹെലിയാണോ ക്രാഷ് ആയത്? ഇല്ലല്ല, ഇവിടെ ഒരാളും ആംഡ് അല്ല. ഇവിടെ കണ്ടില്ല. ഇല്ല സാറേ, ഓൾറെഡി നമ്മുടെ ടവേഴ്സിൽ നിന്ന് ആള് ഒന്ന് പറയാ. ടവേഴ്സിൽ നിന്ന് ഇതുണ്ട് ആള് ഗണ്ണൈംഡാണ്. അതുകൊണ്ട് മനസ്സിലായി. കണ്ടില്ല, ഞാൻ എന്റെ കയ്യില് ഒരു ആയുധം ഇല്ല, ഒന്നുമില്ല. ഞങ്ങളെല്ലാം കയ്യിൽ കണ്ടോ, എല്ലാം ഫ്രീ ആണ്. ഓക്കെ നമ്മൾ സംസാരിക്കാൻ വന്നല്ലേ. ഓക്കെ സാർ. അപ്പൊ എനിക്ക് വേറെ ഡിമാൻഡ് ഒന്നുമില്ല. നാളെ തൊട്ട് എന്റെയോ എന്റെ പിള്ളേരുടെ പുറകെ നിന്ന് പീടി വരില്ല. ചന്ദ്രൻ ആലോചിച്ച് നോക്ക്. ഇവിടെ ഒരു പീടിയിലെ ഒരു പയ്യനെ ഇതുപോലെ എടുത്തോണ്ട് പോയിട്ട് ബാക്കിയുള്ളവരൊന്നും ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇപ്പൊ ഞാൻ കണ്ടില്ല, ഇപ്പൊ സംസാരിക്കുന്നേ ഉള്ളൂ. നമുക്ക് നമ്മുടെ പയ്യനെ വിട്ടുകിട്ടിയാൽ മാത്രം മതി. അല്ല നിങ്ങൾ പീടി വിട്ടുതരാം. എന്താ ശരിയാണ്. നമ്മളെ ആളെ രക്ഷിക്കാൻ വേണ്ടി വിളിച്ചാണ്. ആണല്ലേ? ഭയങ്കര കോർപ്പറേറ്റീവ് ആണ് XMD. ഇതിനിടയ്ക്ക് തട്ടിക്കൊണ്ട് പോയെന്നെന്തോ പറയുന്നത് കേട്ടായിരുന്നു. ഇല്ല തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞ ഉള്ളതാണ്. ആളെ ജീവനോടെ വിട്ടിട്ടുണ്ട്. ആള് പറഞ്ഞ് ആള് വലിയ പടയാട്ടൊക്കെ വന്ന് തീർക്കുമെന്ന്. അപ്പൊ ഞാൻ ആളെ വിട്ടു. മിസ്റ്റർ ഓണിക്സ് സർക്കാർ. അപ്പൊ ഞാൻ ആളെ വിട്ടു. ഞാൻ ഓഫ് ഡ്യൂട്ടി എടുത്തിട്ടാണ് കൊണ്ടുപോയത്. കൊണ്ടുപോയിട്ട് അപ്പൊ ആളെ കൂട്ടുവരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്യാണ്. നാളെ തൊട്ട് ഞാൻ ഇനി വർഷങ്ങളോളം വെയിറ്റ് ചെയ്യണം ആൾക്ക് വേണ്ടി. ആൾ എന്ന് വരും എന്നെ തീർക്കുമെന്ന് ഇതാക്കി ഞാൻ വെയിറ്റ് ചെയ്യണം നാളെ തൊട്ട്. കുഴപ്പമില്ല. അപ്പൊ ഞാൻ ആളെ പറഞ്ഞു വിട്ടു. കയ്യിൽ കാശൊക്കെ കൊടുത്ത് ഫുഡൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടു. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ആള് സാറിനെ വിളിച്ചാൽ കിട്ടും. ഫോൺ നമ്പർ തരാൻ വേണമെങ്കിൽ. ഓണിക്സ് സർക്കാർ ജീവനോട് തന്നെ ഉണ്ട്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ പിന്നെ സാറേ ഈ കേസിൽ ഇത് നടപ്പുള്ള കാര്യമില്ല. ഇത് ഞാൻ ഓൾറെഡി ഞാനിത് പറഞ്ഞതാണ് ഭരത് സാറിൻ്റെ അടുത്ത്. സാറേ, അതായത് ഞാൻ ഇന്നലെ EMS ഞാൻ വെറുതെ വിട്ടിട്ട് പോയപ്പോഴേ ഞാൻ പറഞ്ഞതാണ്. സാറേ, EMS ഞാൻ വെറുതെ വിട്ടു. ഇനി ഇതിന്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാക്കരുത്. ഇതിന്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മാറും. ഇത് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ സ്വഭാവം പുറത്തെടുപ്പിക്കില്ല സാറേ. അത് ഞാൻ ഭരത് സാറിൻ്റെ അടുത്ത് പറഞ്ഞ. പക്ഷെ സാറ് ചേസ് ചെയ്തു. സാറിനെ ഇറിറ്റേറ്റ് ചെയ്തു. സാർ എന്നെ വെല്ലുവിളിച്ചു, ട്രിഗർ ചെയ്തു, എല്ലാം ചെയ്തു. അതാണ് ഇതിവിടെ ഇരിക്കുന്നത്. ഇന്നലെ EMS തട്ടിക്കൊണ്ട് പോയെന്നുള്ളത് ഉള്ള കാര്യമാണ്. ഇന്നലെ EMS ഞാൻ ഒരു രീതിയിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവും, അതായത് അവരെ വെടിവെക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവരെ വെറുതെ വിട്ടിട്ട് ഞങ്ങൾ ലീവ് ചെയ്തു. അവർ പറയുന്നത്, അതായത് PD പറയുന്ന കേട്ട് ലീവ് ചെയ്തു. അവരാണ് പിന്നെ അത് പുറകേന്ന് വന്നത്. പിന്നെ അത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഇതാണ്, പിന്നെ റെസ്പോൺസിബിലിറ്റിയാണ്. ബാക്കിയെല്ലാം അതാണ് നിങ്ങളാണ് ഫേസ് ചെയ്യേണ്ട. ബാക്കി കാര്യങ്ങളെല്ലാം സമ്മതിച്ചു. പക്ഷെ ഇപ്പം എന്താ പറയാ, DOJ അമ്മരോടെ ഉണ്ട്. എവിടെ ചോദിച്ചാൽ സിറ്റി ഹാളിൽ കാണണം. അവർ കോർട്ട് റൂമിൽ കാണണം. സിറ്റി ഹാളിൽ പോയിട്ട് കണ്ടില്ല. അല്ലെങ്കിൽ DOJ എടുക്കാൻ നിന്നത്. ബൈ ദ വേ, DOJ എടുക്കാൻ വേണ്ടിട്ടാണ് സത്യമായിട്ടും. DOJ അവിടെ പോയി നോക്കി. ഇപ്പൊ എനിക്ക് മനസ്സിലാക്കിയത് വെച്ചിട്ടെ, ഇപ്പൊ എങ്ങനെ നോക്കിയെന്ന് പറഞ്ഞാലും എന്താ പറയാ, പിടിയിലെ ആൾക്കാർ സത്യം പറഞ്ഞ പാവങ്ങളാണെന്നാണ് പറഞ്ഞ സാറ്. പാവം എന്ന് ഞാൻ ഒരു വാക്ക് ഞാൻ ഒരിക്കലും അവിടെ ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നു, ഞാൻ എന്റെ ഡ്യൂട്ടി. നമ്മുടെ ഡ്യൂട്ടി മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. മനസ്സിലാക്ക്. അതെ സാർ, അതെ സാർ, ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യുന്നു സാർ. അതാണ്, അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പം ഇതെല്ലാം സംഭവിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ. ഇന്നലെ ഒരു വലിയൊരു ചേസ് ഉണ്ടായിരുന്നു പറഞ്ഞു. ഓക്കെ, അതുണ്ടായിരുന്നു ഇരിക്കട്ടെ.
ഇപ്പോഴും ഒരു കുഴപ്പമില്ലാണ്ട് നിപ്പില്ലേ? അതെ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ ഇത്രയും പേരേ ഉള്ളൂ. ഓക്കെ, ചന്ദ്രൻ എങ്ങോട്ടാ വെച്ചാ പോയിക്കോ. ഞങ്ങള് പുറകെ വരുന്നില്ല, ചേസ് ചെയ്യുന്നില്ല, ഒന്നിനും വരുന്നില്ല. എനിക്ക് എന്റെ ഇപ്പൊ പയ്യനെ വിട്ടു കിട്ടണം. പയ്യനെ എവിടെ സാറേ? പയ്യനെ സമയം എന്റെ ഓഫീസർ എനിക്ക് കിട്ടണം. അതിൽ വേറൊന്നും ചെയ്യാൻ എനിക്കൊന്നും വേറൊന്നും പറയാനും അറിയത്തില്ല ആ കാര്യത്തില്. അല്ലേ സാർ, സാറിന്റെ ഓഫീസറിന് തരാം. ഈ പാവം പിടിച്ച സാറിനെ ഞാൻ എന്ത് ചെയ്യാനാ? ആ സാറിന്റെ അടുത്ത് സംസാരിച്ചപ്പോഴേ എനിക്ക് പാവം അതാ പറഞ്ഞേ, പുള്ളി പാവം. പുള്ളി ഇതില് അധികം പുള്ളി എല്ലാം കേട്ട് ഒബീഡിയന്റ് ആയിട്ട് പീഡിയുടെ കാര്യങ്ങൾ നോക്കി ചെയ്യുന്ന ഒരു പാവം ഓഫീസർ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും. ഈ ഏറ്റവും ലെഫ്റ്റ് നിൽക്കുന്ന സാറിന്റെ പേര് എന്തിനാണ്? ഏറ്റവും ലെഫ്റ്റ് നിൽക്കുന്ന സാറോ? സാർ പേര് മറന്നു ഞാൻ. സാറിന്റെ റൈറ്റ്, ഏറ്റവും റൈറ്റ്. സഹദേവൻ. സഹദേവ് സാറിനാ ഇവിടെ നില്ല കുറച്ചു നേരം. ട്രേഡ് അല്ലല്ലോ ചന്ദ്ര, ഇത് ട്രേഡ് ചെയ്യാനല്ലല്ലോ ഞങ്ങള്. അല്ലല്ലോ സഹദേവ് സാർ ഇല്ലേ, ഈ സാർ പാവമായിട്ട് പറഞ്ഞു. സഹദേവ് സാർ കുറച്ചു നേരം നിർത്താം. സഹദേവൻ അതിലും കോട്ടി വലിയ പാവമാണ്. വലിയ പാവമാണ് എനിക്ക്. അതെ 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 അതെ. ഡിമാൻഡ് എന്താണെന്ന് ചോദിക്കാം. നിങ്ങൾ പറഞ്ഞോ, നിങ്ങള് വേറെന്താ ഇപ്പൊ ചെയ്തിരിക്കും? സാറേ ഡിമാൻഡ് ഒന്നുമില്ല. എനിക്ക് കിട്ടേണ്ട സാധനം കിട്ടി. ഞാൻ ആളെ വിട്ടോളാം. ഞാൻ പറഞ്ഞല്ലോ, ഞാനും എന്റെ ആൾക്കാരും നിരായുധരായിട്ടോടെ സൈഡിൽ മാറി നിൽക്കും. നിങ്ങൾ ഏത് വഴിക്ക് വെച്ചാൽ പോയിക്കോ, ഞങ്ങൾ പുറകെ വരുന്നില്ല. ഈ സാധനം കൈ വരാൻ പാടില്ലല്ലോ. സാധനം കിട്ടി ചന്ദ്ര, എക്യുപ്മെന്റ് ആണ് അത്, മനസ്സിലാക്കണം. സാറേ കോൺസിക്വൻസസ് ഞങ്ങൾക്ക് മനസ്സിലായി. സാറേ ഇത്രയും ചെയ്യുന്ന ഒരാള് കോൺസിക്വൻസസ് ചിന്തിക്കാണ്ടിരിക്കുമോ സാറിന് തോന്നുന്നുണ്ടോ? ഇത്രയും ചെയ്യുന്ന ഒരാള് എന്തായാലും അതിന്റെ കോൺസിക്വൻസസ് ചിന്തിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. അതാ സാർ എന്ത് ചെയ്യാൻ പറ്റും സാറേ? നിങ്ങൾക്ക് ഒരു 40 പീഡി നിങ്ങൾ ഇറക്കുമോ? 40 പീഡി ഇറക്കിയിട്ട് എന്തോ ചെയ്യാനാ സാറേ? അതാണ് ചോദിച്ചേ. മാക്സിമം നിങ്ങൾ എത്ര പീഡി ഇറക്കും എന്നെ പിടിക്കാൻ? മാക്സിമം സാറിന് എത്ര പീഡി ഇറക്കാൻ പറ്റും എന്നെ പിടിക്കാൻ? അല്ലെങ്കിൽ എന്നെ പിടിക്കാൻ എത്ര പേർക്ക് ഇറക്കാൻ പറ്റും? ചന്ദ്ര, ഒരു കള്ളൻ പോലീസ് കളിയാണെങ്കിൽ ഞങ്ങള് വരാം. ഞങ്ങള് തൊട്ട് കണ്ടുപിടിക്കാനും ഒളിച്ചാലും എണ്ണാനും വരാം, കുഴപ്പമില്ല. ഇല്ല ബർസാറുടെ കിട്ടെ. അല്ല ഞാൻ പറഞ്ഞ സാറിന് എത്ര പേര് സാറിന് ഈ ഒരു കേസിന് സാറിന് ഇറക്കാൻ പറ്റുന്ന ചോദിക്കുന്നത്. അല്ല സാർ കോൺസിക്വൻസസ് എനിക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പോ ഞാൻ അതിന് സാറിന് റിപ്ലൈ ചോദിച്ചേ ഞാൻ. അതായത് വരട്ടെ ചന്ദ്ര, സാറേ സാറേ ഈ ഗണ്ണൊക്കെ എടുത്തില്ലേ, അപ്പൊ അതിന്റെ കോൺസിക്വൻസസ് എന്താണെന്ന് അറിയോ എന്ന് ചോദിച്ചോണ്ട് ഞാൻ ചോദിച്ചാ. മനസ്സിലായി. പക്ഷെ ഇത് സംഭവിച്ചത് പ്രശ്നമല്ല, ഡിയോജി ആയിട്ടുള്ള പ്രശ്നമായിട്ട് ലാസ്റ്റ് വേറെ കേസുകളിലേക്ക് പോകുന്നത്. ഡിയോജി എന്തായിരിക്കും ചെയ്യാൻ പോണേ? എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വലിയ ഐഡിയ ഇല്ല സത്യം ഉള്ളത് പറയാൻ. എനിക്കറിയത്തില്ല. പക്ഷെ ഇത് കൈവശം വെക്കുന്നത് ഗവൺമെന്റിനും ഇഷ്ടപ്പെടത്തില്ല, ആർക്കും ഇഷ്ടപ്പെടത്തില്ല. അതിന്റെ കുറച്ച് പ്രശ്നങ്ങളിലാണ് ഉദ്ദേശിച്ചു വന്നത് ഞാൻ. സാർ അത് ഞാൻ എന്തായാലും ഡീൽ ചെയ്യും സാർ. അത് ഞാൻ ഡീൽ ചെയ്തല്ല. ഞാൻ സാറിന്റെ ചോദിച്ചെന്നുള്ളൂ. എടാ വണ്ടി എടുക്കണേ, പിടി തന്നെ എടുക്കല്ലേ? പിടി കൊണ്ട് എടുക്കണ അങ്ങനെ സ്വഭാവങ്ങളൊന്നുമില്ല. എങ്ങോട്ടൊന്ന് തിരിച്ചാ. സാറേ അപ്പൊ പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കണ്ണൊക്കെ ഒന്ന് പരിശോധിക്കട്ടെ. ഇതിലെന്ന് എന്തേലും ഒക്കെ സാറേ മിണ്ടാ നിന്ന എന്നെ പ്രാവിനെ പിടിക്കാൻ മറ്റേ ബിൽഡിംഗ് കയറി എന്നെ ടെററിസ്റ്റ് ആക്കിയാൽ മരാ ഡിയോജെ. നമ്മൾ എല്ലാത്തിനും ഞാൻ കത്തിക്കും. അതിപ്പോ ഡിയോജ് അങ്ങനെ പറഞ്ഞതിൽ ഞങ്ങൾ എന്തോ ചെയ്യാൻ? ഞങ്ങൾ അതങ്ങനെ കണ്ടിട്ടുമില്ല. പ്രാവിനെ പിടിക്കാനാണോ കത്തിക്കാനാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. എല്ലാത്തിനും എടുക്കും, എല്ലാത്തിനും. ഡിയോജ് എന്താ ഇന്ന് കേറാത്തെ? സാറിനെ പറ, ഡിയോജ് എന്താ ഇന്ന് എന്താ കേറാത്തെ? സാറേ പേടി, വെറും പേടി സാർ, വെറും പേടി ഡിയോജിക്ക്. എന്നെ പേടി ഡിയോജിക്ക്. അവൻ എന്നെ കൈവരങ്ങിട്ട് എന്നെ ഇല്ലല്ല ഒന്നില്ല. അപ്പൊ ഇപ്പൊ എന്റെ പയ്യൻ എവിടെ നിർത്തുന്നതിൽ അർത്ഥമില്ലല്ലോ. സാറിന്റെ പയ്യൻ കുറെ നേരം സാറിന്റെ പയ്യൻ എന്ന് പറയുന്നത് ഞാൻ വിടും. ആളെ ഞാൻ വിട്ടോളാം. പക്ഷേ അല്ലല്ല സാറ് നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, കോൺസിക്വൻസസ് എന്ന് പറഞ്ഞില്ലേ?
ആ. നിങ്ങള് എന്താ ഉദ്ദേശിക്കുന്നത്? എത്ര പീഡിയ? നമ്മളൊന്നും ഉദ്ദേശിക്കുന്നില്ല. അല്ല ഇന്ന് നമ്മള് ഒരു ദിവസം കാണാത്ത പീഡി ഒക്കെ ആണല്ലോ സാർ ഇന്ന് സിറ്റിയില്. അതാ ചോദിച്ചേ. സ്വാറ്റ് യൂണിറ്റ് ആയിരിക്കും മിക്കവാറും ഡ്യൂട്ടി എടുത്തത്. ഒരു കാര്യത്തിന് വേണ്ടി വന്നവരാണോ? ലൈക്ക് ആക്ച്വലി അവർ ഒരു നമ്മുടെ ഒരു ഷിപ്മെന്റ് ഓൺഗോയിങ് ആണ്. ഓക്കെ. അപ്പൊ ഇന്ന് നിങ്ങളുടെ ഷിപ്മെന്റിന് പോയത് ജയിച്ചോ സാറേ? അറിയത്തില്ല. നമ്മളിപ്പം ആക്ച്വലി ഇവിടെ നിൽക്കുവല്ലേ, സംസാരിച്ചിരിക്കുവല്ലേ. ഞാൻ ആക്ച്വലി റേഡിയോയില് സംസാരിക്കുന്ന ഇപ്പൊ അധികം കേൾക്കുന്നില്ല. ഞാൻ ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ശരി, അപ്പൊ സാർ വിട്ടോ. ബാക്കി ഞാൻ ഒരു ഉണ്ട്. ചന്ദ്ര ഒന്ന് വരുമോ കൂടെ? ഞാൻ വരത്തില്ല. ഇല്ല ഞങ്ങൾ ഇവിടെ നിൽക്കാം സാർ. ചന്ദ്രൻ മാത്രം ആ ഇങ്ങോട്ട് നമ്മ പോലീസാണ് സാർ. ഞാൻ ഇപ്പൊ വരാം നോക്കണേ. ചന്ദ്ര ഇത് വേണോ? എന്ത് ഇതൊക്കെ വേണോ സാറേ? വേണം, തോക്ക് വേണം. തോക്ക് അത്രയ്ക്ക് നിർബന്ധമാണ്. ഒരെണ്ണം കയ്യിലില്ലേ? ഇല്ല സാറേ, കാണിച്ചല്ലോ ഒരെണ്ണം. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ട്. ഇല്ലല്ല, തോക്ക് ഞാൻ കൊടുക്കാം. തോക്ക് ഞാൻ നിർബന്ധമാണെങ്കിൽ ഞാനത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയല്ല, നമ്മള് എന്തിനാ വെറുതെ പീടിയുടെ സാധനങ്ങളല്ലേ, പ്രത്യേകിച്ച് സത്യം പറഞ്ഞ ഉപയോഗമൊന്നും ഇല്ല. കാണാനുള്ളൊരു ചന്തമുണ്ടെന്നേ ഉള്ളൂ. എന്നാ എന്റെ ഇരിക്കട്ടെ സാറേ. ഒരു സെക്കൻഡ്, ഫോട്ടോ എടുക്കണ, സെൽഫി എടുക്കണ സാറ്. വിട്ടറേ, അധികം വെല്ലുവിളി വേണ്ട, വിട്ടറേ. അവരൊന്നും ചെയ്യത്തില്ല. അവര് ഞാൻ പറഞ്ഞില്ല അവിടെ തന്നെ നിൽക്കും. അല്ല അത് മനസ്സിലായി സാറേ. ഇല്ലല്ല, ഇതിപ്പം എന്തായാലും ഞാൻ ഇവിടെ വെച്ച് നിങ്ങളുടെ ഓഫീസറിനെ ലീവ് ചെയ്യത്തില്ല. കാരണം എനിക്കറിയാം നിങ്ങൾ ഏത് എക്സ്റ്റെൻഡ് വരെ പോകും, നിങ്ങൾ എന്താ ചെയ്യാൻ പോണേ. അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് ലീവിടെ പരിപാടി ഇല്ല. ഞാൻ ആളെ വിടാം. ചന്ദ്ര, ഞാൻ പറഞ്ഞു, ഞാനിപ്പോ ഇത് പുറത്ത് ആരും അറിഞ്ഞിട്ടില്ല. ഇതിപ്പോ ഞാനും ചന്ദ്രനും മാത്രം സംസാരിക്കുന്നത്. എങ്ങോട്ട് വെച്ചാ പോയിക്കോ, എനിക്കൊന്നും അറിയണ്ട. ഞാൻ പുറയില് വരുന്നുമില്ല. ഭരത്തിനെക്കാട്ടിലും കള്ളനാണ് തക്കാളി. നീ എനിക്ക് നല്ല പോലെ അറിയാം. എന്റെ മുന്നിൽ നിന്നിട്ട് ദേവി ചെയ്ത് ഇങ്ങനെ അഭിനയിക്കില്ലേ? ഇതങ്ങ് നിറത്ത്. ചന്ദ്രൻ ഇത് കുറെ കണ്ടതാ. ചന്ദ്ര, നമ്മള് അങ്ങ് തെങ്കാശി മുതലേ നമുക്ക് പരിചയമുണ്ട്. ഞാൻ എന്നേലും അങ്ങനെ ഒരു കള്ളത്തിനെ ഉറപ്പായിട്ട് കാണിക്കും. 100% ഉറപ്പായിട്ട് കാണിക്കും. എനിക്ക് ഒരു സംശയമില്ല എനിക്കതില്. അല്ല, ആളെ വിടാം സാറേ, ആളെ വിടും. ആളെ ഉപദ്രവിക്കാനുള്ള ഒരു ഇന്റൻഷൻ എനിക്കില്ല. ആളെ ഞാൻ വിടും. പക്ഷെ ബർസാറിന്റെ ഈ ഒരു തിളപ്പൊന്ന് നിൽക്കട്ടെ കുറച്ചു നേരം. ഞാൻ കഴിഞ്ഞിട്ട് ആളെ വിട്ടോളാം. ഞങ്ങള് ബാക്കി നിന്നോളാം. ബർസാർ വരുമ്പത്തേനും ബർസാറെ കൂടെ പുള്ളി വിട്ടാ. പക്ഷെ കൂടെ വിടുമ്പത്തേനും ബർസാറിന്റെ കൂടെ ഒന്നും വിടാൻ പറ്റില്ല. പുള്ളിയെ സംസാരിക്കണമെന്ന് ഇതുപോലെ പുള്ളി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അല്ലല്ല, പുള്ളിനെ ഞാൻ വിട്ടോളാം. പുള്ളീനെ ഞാൻ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ് ആയിട്ട് വിട്ടോളാം. പക്ഷെ ഇപ്പം നിങ്ങളുടെ കൂടെ വിടത്തൂല്ല. ഇപ്പൊ നിങ്ങൾ ആരെ ലീവ് ചെയ്ത് കിട്ടുമോ നിങ്ങൾ വിചാരിക്കണ്ട. ഇപ്പൊ വിടത്തില്ല ആളെ. മനസ്സിലാക്കി ചന്ദ്രൻ. നമുക്കൊരു എത്ര നാളെന്ന് വെച്ചാൽ ഞാനും ഇങ്ങനെ ഒരു നല്ല പോലീസുകാരായിട്ട് നിൽക്കുക. എന്താ ചെയ്തരണ്ടെന്ന് പറ, നമുക്ക് ആ രീതി സംസാരിച്ചാൽ പോരെ. സാറിന് ഒരു 50 കോടി നിന്നാണ് ഇപ്പൊ ഇവിടെ. അത്രയൊക്കെ കാശുണ്ടായി ഞാൻ ഇവിടെ പീടി പണിയെടുക്കും. അതാണ് പറഞ്ഞേ. പിന്നെ സാർ എന്ത് കണക്കിലാണ് എന്ത് ചെയ്തു തരണ്ടെന്ന് ചോദിച്ചേ? എന്തോ കേസ് ഫയലോ എന്തൊക്കെയോ ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഞാൻ. ഇല്ല, അത് എന്തായാലും എന്റെ വഴിക്ക് പോട്ടെ. അതെന്തായാലും ഞാൻ പോകുമ്പോഴത്തേക്ക് ഞാൻ ഈ സാറിനെ വിട്ടിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾ അതെന്തായാലും ഫയൽ ചെയ്യും. നാളെ എന്റെ ഫോട്ടോ സിറ്റി മൊത്തം വരെയും ചെയ്യും. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ 10, 5, 4 കോടി കൊടുക്കുകയും ചെയ്യും. ഞാൻ ചോദിക്കുന്നത് ഞാൻ പറയുന്നത് ഞാൻ ഈ സാറിനെ വിട്ടേക്കാം. പക്ഷെ ഞാൻ പറഞ്ഞില്ല ചന്ദ്രൻ, ഇപ്പൊ എന്ത് ഉറപ്പാണ് ചന്ദ്രൻ എനിക്ക് തരാൻ പോകുന്നത്? ജീവനോട് വിടും, അതെന്റെ ഉറപ്പാ. ചന്ദ്രന്റെ വാക്കാണത്. എന്റെ ഒരു ഓഫീസർ അങ്ങനെ വിട്ടിട്ട് വരാൻ പറ്റത്തില്ലല്ലോ. എന്നാ സാറിന്നില്ലേ, നമുക്ക് ഒരുമിച്ച് പോവാം. സാറിന്റെ ഗണ്ണും അതിന് സാറിന്റെ ഗണ്ണും ബാക്കി സാധനങ്ങളെല്ലാം സാറ് എന്റെയിലോട്ട് തന്നോ. എന്നിട്ട് സാറും കൂടുന്നില്ലേ? സാറിന് ഒറ്റയ്ക്ക് പോകാൻ പറ്റൂലെങ്കിൽ ഒറ്റയ്ക്ക് പോകുന്നതല്ലേ ഞാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ മാറി നിന്നോളാം. ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഭരത്തൊന്നും ഭരസാർ ഒന്ന് കള്ളൻ. അല്ല കള്ള സാർ. പണ്ട് എന്നെ കൊറേ പറ്റിച്ചവന്. ഇതുപോലെ എന്നെ പറ്റിച്ചൊരു ആളില്ല. വാ. ഓക്കെ. എവിടെ നമ്മുടെ ഭരസാർ? കാണുന്നില്ലല്ലോ. ഭരസാർ എവിടെയാ? സൗണ്ട്. എന്താണ് ചന്ദ്ര ഇത്? മനസ്സിലായില്ലേ? റേഡിയോ സൈലന്റ്.
സാറേ ഓ സാറേ പറഞ്ഞു സാറേ. റൈസാവല്ലേ ഏയ് ഞാൻ എന്റെ ഓഫീസറിനോടാ ചോദിച്ചേ, സാറിനല്ലോ. അവർക്കാണ് സാറ് എനിക്കതല്ല. ഞാൻ പറഞ്ഞില്ലല്ലോ ചന്ദ്രനെ ഞാൻ സാറാണെന്ന്. അതെ സാർ ഇപ്പൊ ഇഎംഎസിന്റെ കാര്യം ഒന്നും ചെയ്തില്ലല്ലോ സാറേ. EMS-നെ അവിടെ നിന്ന് കിഡ്നാപ്പ് ചെയ്തോണ്ട് EMS എവിടെ? ഞങ്ങൾക്ക് ഇങ്ങനെ സാറേ അവൻ വെല്ലുവിളിച്ചെന്നെ തീർക്കുമെന്ന്, നിന്നെ തീർക്കും. അപ്പൊ ഞാൻ പറയുന്ന തീരടാ, അതിപ്പോഴല്ല അത് പിന്നെ. അപ്പൊ ഞാൻ പറഞ്ഞ ശരി എന്നാ പിന്നെ വാളക്കൂട്ടി പിന്നെ വരാന്ന് പറഞ്ഞുകൊണ്ട് ജീവനോടെ വിട്ട്. നടന്നിട്ടെത്തിയില്ലേ ഇതുവരെ? അവൻ നടന്നിട്ട് മുതുക്കെത്തിയില്ലേ? സാറിനെ വിളിച്ചില്ലേ? ഇപ്പൊ എന്തിനാണ് എന്റെ ഓഫീസറിനെ? സാറേ ഒരു സെക്കൻഡ് വെയിറ്റ്, ഞാൻ അവനെ വിളിച്ച് സ്പീക്കറിൽ സാറിനെ വിളിക്കുമോ? നമ്പർ പറഞ്ഞുതരാം. 587. ഇല്ല ചന്ദ്രൻ വിളിക്കുക. അവൻ എങ്ങനെയാണ് ചന്ദ്രനോട് പെരുമാറുന്നത്? ഇല്ല വേണ്ട, ഞാൻ അവനെ നല്ല തെറി പറഞ്ഞിരിക്കുക. സാറിന് വിളി. ഞാൻ വിളിച്ചിരുന്നു. വിളിച്ചിരുന്നല്ല പിന്നെന്ത് സാറേ? ഇപ്പൊ ഞാൻ ചോദിച്ചത് എന്റെ ഓഫീസറിന് എന്തിനാണ് നിങ്ങൾ കസ്റ്റഡിയിൽ എത്തിച്ചേക്കുന്നത്? കസ്റ്റഡി വെച്ചിട്ട് ഒരു രസത്തിന് ചുമ്മാ ഒരു ഫണ്ണിന് സാറിലെ വെല്ലുവിളി നടത്തിയത്. അപ്പത്തേക്കും എനിക്കൊന്ന് ഞാൻ വെല്ലുവിളിക്കാന്ന് വിചാരിച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ എന്താ സാറേ എന്താ സാറേ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എന്താ XMD എന്ന് പറഞ്ഞ ഇതല്ലേ? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് അല്ലേ? നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് പേര് എന്താണ്? XSP സാറേ അപ്പൊ ഞാൻ നിങ്ങളുടെ XSP-നെ വെല്ലുവിളിക്കാന്ന് വിചാരിച്ച്. സാർ അത്രയും വെല്ലുവിളി എനിക്ക് തന്നെ നടത്തിയുണ്ട്. വെല്ലുവിളിയൊന്നുമില്ല. അതെ നിഷ്പ്രയാസം, വെറും നിഷ്പ്രയാസം മിനിറ്റുകൾ കൊണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചന്ദ്ര, ഇവിടെ നിൽക്കുന്ന എത്ര ഓഫീസറാ ഫേസും കാണിച്ചിരിക്കുന്നത്? ആ ധൈര്യം ഉണ്ടോ ഇവിടെ നിൽക്കുന്ന ചന്ദ്രന്റെ കൂടെ ഉള്ള? എല്ലാവർക്കും ഉണ്ട്. ഷോ ദെയർ ഫേസസ്. ഇവിടെ നിൽക്കുന്ന ഇത്രയും ആളുകൾക്ക് എല്ലാവർക്കും പേര് പറയാനുള്ള ഒരു ധൈര്യം ഉണ്ട്. അല്ല പേര് പറയാൻ സൗകര്യമില്ല. അല്ല പേര് പറയുന്നില്ല. നമ്മൾ ധൈര്യം വെച്ചിട്ട് എന്തിന്റെ സാറേ കൊണ്ട് വിടക്കണേ? നിങ്ങൾ പേടിയാണ്. ഞങ്ങള് ഗാങ്സ്റ്റേഴ്സ് ആണ്, മനസ്സിലായോ? അപ്പൊ ഞങ്ങക്കത് എടാ ഊറാന്ന് മാസ്ക് ഊരടാ. നീ മാസ്ക് ഊരാ. ബാക്കി നിക്കണം ഏറ്റവും ബാക്കി നിക്കണം. മാസ്ക് ഊരിയെ ഒന്ന് പാന്റ് ഇടിയ സാറിന്റെ ഫ്രണ്ടിൽ നിന്നൊന്ന്. സാറിന് എല്ലാം കാണണമെന്ന്. സാറേ നമുക്ക് സാറിപ്പോ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാനൊരു ഐക്യം ഉദ്ദേശിച്ചില്ലല്ലോ. നമ്മളിവിടെ ഫേസ് ടു ഫേസ് സംസാരിക്കുമ്പോ കുറെ മോമൂടി ഇട്ട കുറെ എണ്ണം ഇവിടെ നിൽക്കുന്നത് ലൈറ്റും കത്തിച്ചോണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ചോദിച്ചു കാണാൻ വേണ്ടി. എടാ BM-ന്റെ ഡ്രസ് ഇട്ടവന്മാരൊക്കെ BM-ന്റെ ഡ്രസ്സൊക്കെ പറ്റുമെങ്കിൽ എന്ത് എടുത്തിട്ട് എല്ലാരും കേട്ടാ, അവന്മാരെ ഡ്രസ്സൊക്കെ എടുത്തിട്ടോ. എടാ നമ്മൾ മറ്റേ BM-ല്ലേ ക്ലബില്ലേ അവന്മാരെ ഡ്രസ് എടുത്തില്ലേ? അതിട്ടാ മതി കേട്ടാ കുറച്ച് കഴിഞ്ഞിട്ട്. സാറേ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സാറിപ്പം സാറിന്റെ ഇല്ല സാറൊന്ന് ബാക്കിലോട്ട് കുറച്ച് ബാക്കിലോട്ട്. സാറിപ്പോ ഉദ്ദേശിക്കുന്നത് ഇവിടെ സാറിപ്പം സംസാരിക്കില്ല. സംസാരിക്കില്ലടാ. സാറിപ്പം ഇത്രയും പേരെ ഫേസ് മറ്റേ മാസ്ക് ഇട്ടിട്ട് സാറിന്റെ IQ ഇറക്കിയത് കൊള്ളാം. എന്തായാലും സാറിന്റെ ഇവരെ ഫേസ് അല്ലേ, നാളെ ഇവരെ ഫേസ് മാറും സാറേ. നാളെ ഇവരെ എല്ലാരെയും താടി മാറും, മുഖം മാറും, മുക്ക് മാറും, ഡ്രസ്സ് മാറും. നമ്മൾ പല ഡ്രസ്സ് ഇടും സാറേ, പല ഡ്രസ്സ് ഇടും, പല ക്ലബിന്റെ ഡ്രസ്സ് ഇടും, പല ഗ്യാങ്ങിന്റെ ഡ്രസ്സ് ഇടും, പലതും ഇടും. നമ്മളെ പിടിക്കാൻ പോലും നമ്മളെ ട്രേസ് ചെയ്യാൻ പോലും സാറ് തലകുത്തണം പറഞ്ഞാൽ പോലും സാറിനെ കൊണ്ട് ഒക്കത്തില്ല. മനസ്സിലായില്ലേ സാറേ? ഫസ്റ്റ് ഓഫ് ഓൾ കാരണം നിങ്ങൾക്കാണ് റൂൾസ് ഉള്ളത്, നമുക്ക് റൂൾസ് എന്നുള്ള സാധനം ഇല്ല സാറേ. അതുകൊണ്ട് നിങ്ങൾക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് സാറ് ഈ പറഞ്ഞ പോലെ ആ റൂൾസിന് പുറത്തിറങ്ങണം. ആ റൂൾസിന് പുറത്തിറങ്ങാതെ സാറിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സാർ ഈ പറ്റത്തില്ല സാറേ, പറ്റത്തില്ല. അതിന്റെ അകത്ത് നിന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ആണ് നിങ്ങളിപ്പോ ചെയ്യുന്നത്. മാക്സിമം ആണ് സാറേ, ഇതിലപ്പുറം സാറിന് സാറിന്റെ പീഡിയ അതെ, സാറിന്റെ കൂടെ ഉള്ള ആളാ അത് ബാക്കി നിൽക്കണം. ഓക്കെ ഇപ്പം എന്റെ നേരെ അതെ സാറേ ഞാൻ പറഞ്ഞേ, ഇപ്പം എന്റെ നേരെ ഇപ്പൊ എന്നെ പിടിക്കാൻ ഒരു പീഡി വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ചോദിക്കാൻ ഒത്തിരി ആൾക്കാർ വരും. മനസ്സിലായില്ലേ?
എനിക്ക് അത്രയും ആൾക്കാരെ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത്രയും ആൾക്കാരെ എനിക്ക് അറ്റ് എ ടൈം എന്റെ കൂടെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്കത് പറ്റത്തില്ല. യെസ്, ദാറ്റ്സ് മൈ പവർ. നോക്കാം സാറേ, സാറിന്റെ വെല്ലുവിളി ഉണ്ടായവരാണ് നിൽക്കണേ ഇവിടെ, അല്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോയാനെ. വെല്ലുവിളിയൊന്നുമല്ല ചന്ദ്ര. ചന്ദ്രന് തോന്നിയോ വെല്ലുവിളിച്ചാണെന്ന്? അല്ലേ പറഞ്ഞത് സാറിന്റെ വെല്ലുവിളി. സാർ ഇന്നലെ പറഞ്ഞില്ലേ വാണ്ടഡ് ഡെഡും എടുക്കും, ചന്ദ്രൻ എവിടെ വിളിച്ചാൽ എടുക്കും എന്നൊക്കെ പറഞ്ഞില്ലേ? ആ വെല്ലുവിളിയൊക്കെ കൊണ്ടാണ് ഇതൊക്കെ. ഇപ്പൊ ക്രൈം ചെയ്ത ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറസ്റ്റ് ചെയ്തല്ലേ പറ്റൂ ചന്ദ്ര? അതെ അതെ, അത് ഉറപ്പായിട്ട് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് സാറേ, നിങ്ങൾ ചെയ്യണം. ഈ പുള്ളി എന്താ കുറെ നേരം കാണിക്കുന്നത്? ചെയ്യണം, അവരെന്തെങ്കിലും ചെയ്യട്ടെ സാറേ. അല്ല, ഇവിടുത്തെ ഏതെങ്കിലും ഓഫീസറിന്റെ ദേഹത്തേരെ ഉണ്ടായാലും പിന്നെ വേറെ പ്രശ്നങ്ങളാവും. ഉണ്ടായിക്കഴിഞ്ഞാ വെറുതെ എന്തിനാ കൈ പിടിച്ച് നമ്മൾ വേല നെഗോഷിയേറ്റ് ചെയ്യല്ലേ, ഇവിടെ സംസാരിക്കില്ലേ? വാഗുണ്ടല്ലേ സംസാരിക്കുന്നത്? ആര് വെടിവെച്ചാ? ആരും വെടിവെച്ചാ? അല്ല, 3 പേര് നിന്നിട്ട് അതെ, വെടിവെച്ചില്ലല്ലോ ഇവിടെ സാറേ. ഒരാളെ ദേഹത്ത് ഉണ്ടോ എന്താ ചെയ്യാൻ പോണേ? എന്താ ചെയ്യാൻ പോണേ സാറേ? എന്ത് ചെയ്യാൻ പറ്റും സാറിന്? ഒരാളുടെ ദേഹത്ത് ഉണ്ടായിട്ടാ? അങ്ങനെ ഉണ്ട കയറ്റണ്ട സാർ, എന്തിനാണ് വെറുതെ? അല്ല സാറ് പറ, ഉണ്ടായിട്ട് എന്താ പോണേ? ഉണ്ട കയറ്റാറൊന്നുമില്ല സാറേ. ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് അണ്ണാംഡ് ആയിട്ട് നിങ്ങളുടെ ഇടയിൽ. അതെ സാറിപ്പ എന്റെ അടുത്ത് ചോദിച്ചില്ലേ ഒരാളുടെ ദേഹത്ത് ഉണ്ട കേറിയാൽ എന്നൊരു ഇത് വെച്ചില്ലേ? അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഇവിടെ നിൽക്കുന്ന ഇത്രയും ഓഫീസേഴ്സ് നിങ്ങളുടെ അണ്ണാംഡ് ആയിട്ടാണ് നിൽക്കുന്നത്. സാർ ഒന്നുകൂടെ വെല്ലുവിളി. ഓക്കെ, അണ്ണാംഡ് ആയിട്ടാണ് ഞങ്ങൾ. അതെ നിൽക്കുന്നത്, അതാണ് സാറിന്റെ വെല്ലുവിളിക്കാൻ പോകല്ലേ? സാറിന്റെ വെല്ലുവിളിക്കാൻ പോരുത് ഒരിക്കലും. ഒരാളുടെ ഐ മീൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ ഞാൻ ഓസ്ട്രേറ്റ് വെക്കുമ്പോഴത്തേക്കും നിങ്ങൾ വെല്ലുവിളിക്കാൻ പാടില്ല. നിങ്ങൾക്ക് അയാളെ ജീവനോടെ വേണം. സാറിന്റെയാണ് ആവശ്യം. ചന്ദ്ര, ഞാൻ പറഞ്ഞത് ചന്ദ്രൻ ഇപ്പോഴും ക്ലിയർ ആയില്ല. ചൂണ്ടി ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ വെറുതെ എന്റെ ഓഫീസിന്റെ സാറേ ഈ ടോണല്ലായിരുന്നു. അപ്പൊ അത് പോട്ടെ സാർ, അത് വിട്. സാറിനിപ്പം പോവാം. ഞാൻ നിങ്ങളുടെ ഓഫീസറിനെ വിടും. നിങ്ങളുടെ ഓഫീസറിനെ എനിക്കൊന്നും ചെയ്തിട്ട് ഇപ്പം പിടിച്ചു വെച്ചിട്ടോ അയാൾ ഉപദ്രവിച്ചിട്ടോ എനിക്ക് ഇപ്പോഴത്തെ എന്റെ സിറ്റുവേഷൻ ഇപ്പോഴത്തെ ഇതില് എനിക്കൊന്നും ചെയ്യാല്ല. കാരണം നിങ്ങൾ എന്നെ ഒന്നും ചെയ്തിട്ടില്ല, പീഡി എന്നെ ഒന്നും ചെയ്തിട്ടില്ല. പീഡി എന്നെ എന്നേലും ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പിന്നെ മനസ്സിലായി സാറേ. അതായത് ഇപ്പൊ വരെ പീഡിയുടെ സൈഡിൽ നിന്ന് എനിക്ക് ഉപദ്രവമായിട്ട് ഒന്നും നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാവാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ഒരു ഓഫീസർ ഇവിടെ നിൽക്കുന്നതും ആളുടെ അടുത്ത് നമ്മൾ മാന്യമായിട്ട് പെരുമാറുന്നതും നിങ്ങളടുത്ത് നമ്മൾ മാന്യമായിട്ട് പെരുമാറുന്നതും അതുകൊണ്ടാണ്. പക്ഷെ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഇപ്പൊ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കത്തില്ലായിരുന്നു. സോ ഇപ്പൊ സാറിപ്പോ ഞാൻ ആളെ വിടാം. കുറച്ച് കഴിഞ്ഞ ആളെ സേഫായിട്ട് ഞാൻ വിടും. ബാക്കി നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര നേരം എനിക്ക് എന്റെ ഓഫീസറിനെ തിരിച്ചു വേണം. സാറേ നിങ്ങളുടെ ഓഫീസറിനെ ഞാൻ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല, വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഡിമാൻഡ്സുകളില്ല. നിങ്ങളുടെ ഓഫീസറിനെ ഞാൻ വെറുതെ വിടും. ഓക്കെ, ഞങ്ങൾ ലീവ് ചെയ്യാം. നിങ്ങൾ ലീവ് ചെയ്തോ? എത്ര മിനിറ്റിനകത്ത്? എനിക്കൊരു ടൈം വേണ്ടേ? സാറേ വെറുതെ വിടുമെന്ന് പറഞ്ഞാൽ വീണ്ടും അതൊരു ഇതില്ലല്ലോ. സാറേ വെറുതെ വിടും. അതിനകത്തൊരു ഉറപ്പ് വേണ്ടേ? സാറേ വെറുതെ വിടും. എത്ര നേരത്തിനകം? എവിടെ എങ്ങോട്ട് വിടും? എടാ എല്ലാരും ഒന്ന് സ്ഥലം മാറിയേ, ആംഗിൾ മാറിയുന്നേ. ഇവിടെ കൂടിയിക്കാണ്ട് ഒരാൾ കണ്ണയും ചെയ്തേ. ഓഫീസറിന്റെ കൂടെ കൊണ്ട് നടന്നിട്ട് വിട്ട് കഴിഞ്ഞാൽ അതല്ലല്ലോ ഒരു പ്രോപ്പർ. ഇല്ല സാർ, ഒരു മാക്സിമം 10 to 15 മിനിറ്റ്സ്. 10 മിനിറ്റ്. ഓക്കെ, ഞങ്ങൾ ഇവിടെ നിന്ന് ലീവ് ചെയ്യാം. ഓക്കെ, ഏത് പ്രദേശത്തായിരിക്കും? എക്സാക്ട് പ്ലേസ് വേണ്ട. ഇല്ല ആളുടെ ഫോണൊക്കെ കൊടുത്ത് സാറേ ഭരത് സാറേ ബുദ്ധി ഇറക്കല്ലേ, എന്റെ അടുത്തൊക്കെ ബുദ്ധി ഇറക്കല്ലേ അധികം സാറേ, ഇറക്കല്ലേ, ആളെ ഞാൻ വിട്ടോളാം. ഓക്കെ, ഒരു കാര്യം ചെയ്യ്, കുഴപ്പമില്ല. പുള്ളിയുടെ കൂടെ വേണമെങ്കിൽ ഞാൻ നിക്കാം. വേണ്ട അയ്യോ, അടുത്ത ബുദ്ധി. ഇല്ല സാർ ചിലപ്പോ സോക്സിന്റെ ഇടയ്ക്ക് ചിലപ്പോ സാറിന് ഫോൺ വയ്ക്കാൻ തോന്നും. ഇല്ല ഞാൻ ഫോൺ വേണ്ട ഒരാവശ്യമില്ല. പിന്നെ കയ്യിൽ നിന്ന് എടുത്ത AR കൂടെ ഒന്ന് തിരിച്ചു തിരിച്ചു കൊടുത്തേക്കാം. പിന്നെ വേറെ സാറേ ഇത് കോപ്പ് നമ്മുടെ ഇല്ല സാറേ. ഇരട്ടൻ എന്തോട്ടാ സെറ്റപ്പ്. കൊള്ളാം പിടി കണ്ണൊക്കെ കൊള്ളാം. ചന്ദ്രൻ യൂസ് ചെയ്ത കണ്ണൊക്കെ തന്നെയല്ലേ ഇത്? അതെ സാറേ, പുതിയതായിട്ടുള്ളതല്ലോ. കൊള്ളാം പിടിയുടെ സെറ്റപ്പ് ഞാൻ പറയാണ്. കൊള്ളാം, അന്നോട്ട് മനസ്സിൽ കയറി കൂടിയ ഒരു ആഗ്രഹമാണ്. എടുത്ത കാര്യങ്ങളെല്ലാം തിരിച്ചു കൊടുക്കാതെ തിരിച്ചു കൊടുക്കുക, എല്ലാം തിരിച്ചു കൊടുക്കുക. ഓക്കെ, ഞങ്ങൾ ഇവിടെ നിന്ന് ലീവ് ചെയ്യാം. ഓക്കെ ശരി. ഒന്ന് പറ, എവിടെയായിരിക്കും വിടുന്നതെന്ന് പറ. പലേറ്റോ 10 മിനിറ്റ് സാറേ. പലട്ടെ നിക്കണേ. പലേറ്റോയിൽ നിക്കാം. ഓക്കെ ബിജു.
let them give a space. Okay. No problem. Let's go. Okay. shall we? സാർ പാത്ത് പോയിട്ട് വാ സാർ. ചന്ദ്രനെ വിശ്വസിച്ചാണ് പോകുന്നത്. അതെന്താ കേട്ടില്ല. പുള്ളി എന്തോ പറഞ്ഞു. പാത്ത് പോയിട്ട് വാങ്ങാൻ. പാത്ത് പോയിട്ട് വാങ്ങേ സാറേ എന്ന് പറഞ്ഞു. ആ എടാ ഒരു സെക്കൻഡ് ഗണ്ണയും ചെയ്യും പോരാ ഒരു സെക്കൻഡ്. എടാ എല്ലാരും ഫുഡൊക്കെ ഒന്ന് കഴിച്ചാടാ. ചന്ദ്രന്റെ ബ്ലാക്ക് മണി വൈറ്റ് മണി ഫ്രീസ് ആക്കാനാണ് പ്ലാൻ. ആരെ ചന്ദ്രന്റെ ബ്ലാക്ക് മണി വൈറ്റ് മണി ഫ്രീസ് ആക്കാനാ പ്ലാൻ. ആരെ പ്ലാന്? ഡിയോജെ സാറേ ഒന്ന് ഒന്ന് സാർ ഒന്ന് സാറേ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞാന് പീഡിനെ ഉപദ്രവിക്കത്തില്ല. Okay. ഡിയോജ് എന്നെ ഉപദ്രവിച്ച ഞാൻ പീഡിനെ ഉപദ്രവിക്കും. ഡിയോജി നമ്മളുമായിട്ടൊരു ബന്ധമില്ല. അതെ സാറേ, ഡിയോജി നിങ്ങളുടെ ബന്ധമുണ്ട്. പിന്നെ ഡിയോജി വിളിക്കുമ്പോൾ നിങ്ങൾ പ്രൊട്ടക്ഷന് പോകുന്നത്? ഡിയോജി എന്നല്ല, ഈ സിറ്റിയിലുള്ള ഏത് സിറ്റിസൺ വിളിച്ചാലും പീഡി വന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കും. ഓക്കെ ആണല്ലേ? അതല്ലേ പീഡിയുടെ ജോലി. ഓക്കെ അങ്ങനെയാണെങ്കിൽ സാർ കേട്ടോ ഡിയോജിയുടെ സാറൊന്ന് എന്തായാലും ഒന്ന് പറഞ്ഞേക്ക്. എന്തേലും ആക്ഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കണം എന്ന് പറഞ്ഞേക്കണേ സാറേ. നിങ്ങൾക്ക് അങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ കറക്റ്റ് ആയിട്ട് അവരെ? അവരുണ്ടെങ്കിൽ ഞാൻ അവരെ കണക്ട് അവരില്ല. ഓക്കെ അവരുള്ളപ്പോ സാറിന് പറയാൻ പറ്റുമെന്ന് പറഞ്ഞേക്ക്. ഓക്കെ 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 ശരി സാർ ബൈ. എന്നാ കത്തിക്കുമല്ലോ ഞാൻ എന്റെ ബാങ്ക് ഫ്രീസ് ചെയ്താ ഡിയോജനെ. അമ്മരാര് ഇല്ലല്ല